ഹായ് ഗൈസ്, എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു സിമ്പിൾ പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ചപ്പാത്തി ഒളിഞ്ഞിരിക്കുന്ന പന്നിയിറച്ചി. അതിന് ഞാനൊരു വലിപ്പമുള്ള പാൻ വെച്ചേക്കണം. അതിനകത്തേക്ക് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കണം. ചപ്പാത്തി പരത്തണതും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് പരത്തി വെച്ചേക്കുന്നതാണ്. എല്ലാവരും ചെയ്യണതല്ലേ, അതുകൊണ്ട് ഞാൻ പരത്തിയെന്നുള്ളൂ. ഞാൻ പാൻ ചൂടാക്കിയതാണ്. ഞാനത് ഓഫാക്കാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ ഇട്ടിട്ട് ഓണാക്കാം. ഇത് കുറച്ച് സവാള ഇട്ട് കൊടുക്കണ്ടിട്ട്, കുറച്ച് മല്ലിയില, ഇതാണ് പന്നിയിറച്ചി. ഞാൻ കൈ കൊണ്ടാണ് ഇടണത്. ഒരു പീസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇടാം. ഞാൻ ഇതിൻ്റെ മീതേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സോസ് ഇല്ലെങ്കിൽ തക്കാളി ഇട്ടാലും മതി. ഞാൻ ഇപ്പോൾ സോസ് ഉള്ളത് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ മീതേക്ക് വേറൊരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓഫ് ചെയ്തൊക്കെ ആയിരുന്നു. ഇപ്പം തീ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. തീ കുറച്ചിട്ടിട്ടാണ് ഇത് വേവിക്കണത്. ഇത്തിരി ഓയിൽ ഇതിൻ്റെ മീതേക്ക് ഒന്ന് തടവി കൊടുക്കും. ഞാൻ ഒരു പാത്രം വെച്ചത് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. മൂടി വയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തുറക്കാം. ഞാൻ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കയ്യിൽ കൊണ്ട് മറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ചാണ് പാത്രം വെച്ച് മറിച്ചത്. ഇതിനകത്തേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് പാത്രത്തിലാക്കിയത്. എൻ്റെ മീതേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കും.
അപ്പുറത്തെ വശം ഒന്ന് മരിഞ്ഞ് വരട്ടെ. ഇത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്തെ വശം തിരിച്ചിട്ട് കൊടുത്തേക്കുന്നതാണ് ചപ്പാത്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന പന്നിയിറച്ചി. ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇത് വേവിച്ചെടുത്തേക്കണത്. ഞാനിത് തുറക്കണില്ല. തുറക്കുമ്പോൾ അത് പിന്നെ മുറിക്കാൻ ബുദ്ധിമുട്ടല്ലേ, മുറിച്ച് കാണിക്കുക. ശരിക്കും തുറന്നാണ് കാണിക്കേണ്ടത്. ഇതിപ്പോൾ മുറിച്ച് കാണിക്കുക. മുറിക്കുന്നത് ഞാനിതിങ്ങനെ കാണിക്കാം കേട്ടോ. ഉണ്ടോ? എല്ലാം മുറിക്കണില്ല. എല്ലാവരും വന്നിട്ട് വേണം മുറിക്കാൻ. ഞാൻ ഇതിൻ്റെ മീതെ ഒരു തക്കാളിയുടെ ഒരു പീസ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടി കാണിക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇതാണ്. 2 ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള കുറച്ച് ഇറച്ചി പീസും ഇത്തിരി സവോള, അങ്ങനെയൊക്കെ ചെറിയ കൂട്ടുകൾ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.